നമസ്കാരം. സിനിമാ മേഖലയിൽ കടുത്ത ലൈംഗിക ചൂഷണം നിലനിൽക്കുന്നുവെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വലിയ ചർച്ചയാകുമ്പോൾ ആദ്യ പ്രതികരണവുമായി കമ്മിറ്റി അംഗം ശാരദ. ലൈംഗിക അതിക്രമം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് ഭയം മൂലം ആരും പുറത്തു പറഞ്ഞില്ല. വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് തുറന്നു പറയാൻ ധൈര്യമുണ്ടായെന്ന് ശാരദ പറയുന്നു. വിപ്ലവം ഉണ്ടാക്കാനല്ല റിപ്പോർട്ടെന്നും എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളെ സിനിമയിലുമുള്ളൂവെന്നും കമ്മിറ്റിയിൽ അംഗമായിരുന്ന ശാരദ പറയുന്നു. ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ വിപ്ലവം വേണ്ടേ എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. മാളവിക ബിന്നി സാമൂഹ്യ നിരീക്ഷക, TB മിനി അഭിഭാഷക, ദിവ്യ ദിവാകരൻ അധ്യാപിക എന്നിവരാണ് നമ്മളുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി മാളവിക ബിന്നി, കമ്മിറ്റി അംഗമായ ശാരദയാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ എല്ലാ കാലത്തും ഇത്തരം ചൂഷണങ്ങൾ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു എന്ന ഒരു സാഹചര്യം തുറന്നു പറയുന്നത്. അങ്ങനെ തുറന്നു പറയാൻ പറ്റുന്ന അത്രയധികം അനുഭവ സമ്പത്ത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിയാണ് കമ്മിറ്റി അംഗം കൂടിയായ ശാരദ. അവർ പുതിയ കാലത്തും സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ ആ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് വിപ്ലവം ഉണ്ടാക്കാനല്ല എന്നും ഇപ്പോൾ പറയുന്ന ചില തുറന്നു പറച്ചിലുകൾ വെറും ഷോയാണ് എന്നും അവരുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്. ഒരു കമ്മിറ്റിയിൽ അംഗമായിരുന്ന ശാരദ, അതും സിനിമയെക്കുറിച്ചുള്ള പഠനമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനും ശുപാർശകൾ വെക്കാനും ഒക്കെ കഴിയുമായിരുന്ന വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ വേണം നോക്കിക്കാണാൻ? ഇതിന് നമ്മൾ വളരെ നിരാശാജനകമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എത്ര എക്സ്റ്റെൻഡ് വരെയാണ് ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത്, നോർമലൈസ്ഡ് ആയി സിനിമയിൽ മാറിയിരിക്കുന്നത് എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് ശാരദയുടെ ഇപ്പോൾ ഉള്ള ഒരു റെസ്പോൺസ് വന്നിരിക്കുന്നത്. ഈവൻ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും പേജസ്, അതായത് 290ഓളം പേജസ് ഉള്ള അതിനകത്ത് വെറും 7 പേജാണ് ശാരദയുടെ ആ ഒരു പാർട്ട്. നമ്മൾ റിഡാക്റ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് പോലും എടുത്ത് നോക്കിയാൽ ഏകദേശം 340ഓളം പാരഗ്രാഫുകൾ അതിനകത്ത് ജസ്റ്റിസ് ഹേമ എഴുതിയിട്ടുണ്ട്. ഏകദേശം 100 പേജോളം ശ്രീ വത്സലകുമാരി എഴുതിയിട്ടുണ്ട്. 7 പേജാണ് ശാരദയുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് കാണുന്നത്. അത് ഒട്ടും നമ്മൾ കുറച്ച് കാണുന്നില്ല. നമുക്ക് കുറവ് വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ആശയങ്ങൾ ചിലപ്പോൾ മുമ്പോട്ട് വെക്കാൻ പറ്റും. പക്ഷെ ഈ 3 വേറിട്ട ഒച്ചകളാണ്. ജസ്റ്റിസ് ഹേമയുടെ ഒച്ചയും ശ്രീ ശാരദയുടെ ഒച്ചയും ശ്രീ വത്സലകുമാരിയുടെ ഒച്ചയും വേറെ വേറെ ആയിട്ട് തന്നെ നമുക്ക് ഈ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. അത് യൂഷ്വലി ഒരു റിപ്പോർട്ടിൽ അങ്ങനെ കൊടുക്കുന്നത് അഭിപ്രായ ഭിന്നതകൾ വരുമ്പോഴാണ്. അപ്പൊ ആ റിപ്പോർട്ടിൽ തന്നെ ശാരദയുടെ പല പരാമർശങ്ങളും ചില പരാമർശങ്ങളൊക്കെ പുരോഗമനപരമാണെങ്കിലും മിക്ക പരാമർശങ്ങളും അതിനകത്ത് വളരെ റിഗ്രസീവായിട്ട് നമുക്ക് തോന്നും. അതിനകത്ത് വസ്ത്രധാരണത്തെ കുറിച്ച് പറയുന്ന ഏക പരാമർശം ശാരദയുടെ സൈഡിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് കാണാം. ഡബിൾ മീനിങ്ങുകൾ പണ്ട് സിനിമ സെറ്റുകളിലോ സിനിമകളിലോ ഇല്ലായിരുന്നു എന്നുള്ള, അത് പഴയ സിനിമകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത്. ഈ പരാമർശം വരുന്നത് ശ്രീമതി ശാരദയുടെ സൈഡിലായിരുന്നു. തുല്യ വേതനം ആൺ ആക്ടേഴ്സിനും പെൺ ആക്ടേഴ്സിനും കൊടുക്കരുത് എന്ന് വാദിക്കുന്ന ഒരു ശാരദയെ നമുക്ക് ഈ റിപ്പോർട്ടിനകത്ത് കാണാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തെ ഭിന്നാഭിപ്രായങ്ങൾ അത് ഏത് കമ്മിറ്റിയിലാണെങ്കിലും അങ്ങനെ വരാമല്ലോ, ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നായിരിക്കാം. അതുമല്ല, ഒരു നമ്മൾക്ക് നിന്ന് കുറച്ചും കൂടെ പുറകോട്ട് ഉള്ള ഒരു ജനറേഷനിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്നും പറഞ്ഞ് ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു പ്രോഗ്രസ് ചെയ്തുകൂടാ എന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെയെല്ലാം മതി, കാര്യങ്ങൾ അങ്ങനെ വിപ്ലവാത്മകമായി മാറേണ്ടതില്ല, അല്ലെങ്കിൽ സമൂഹം മാറുമ്പോൾ ഇങ്ങനെ സ്ലോ പേസിൽ മാത്രം ഒരു സ്ത്രീകളുടെ കാര്യങ്ങൾ മാറിയാൽ മതി എന്നുള്ള ഒരു ജനറൽ ചിന്ത സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അത് സ്ത്രീകളുടെ കാര്യം മാത്രം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ജാതിയുടെ കാര്യം വരുമ്പോൾ മാത്രമാണ് ഈ സ്ലോനെസ്, ഭയങ്കര പതുക്കെ ചേഞ്ചസ് മതി എന്ന് പറയുന്നത്. അതും ഇപ്പോൾ വന്നിട്ടുള്ള പർട്ടിക്കുലർലി ലൈംഗിക ആലിഗേഷൻസിനെ ഷോ എന്ന് വിളിക്കുന്നത് ഏറ്റവും പരിതാപകരമാണ്. അത്രയും ട്രോമ എത്രത്തോളം വർഷങ്ങൾ അനുഭവിച്ച സ്ത്രീകളാണ് ഇപ്പം ഈ ഒരു റിപ്പോർട്ട് വെളിയിൽ വന്നത് കൊണ്ട് അത് തുറന്നു പറയുന്നത്. അതും ഒരു മൈനർ ആയിരുന്ന സമയത്ത് മുതൽ ഗ്രൂം ചെയ്യപ്പെട്ട ഒരു വിക്ടിം
ഉണ്ടായിരുന്ന റേപ്പ് പോലുള്ള അത്രയും ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് വരെ ഇപ്പോൾ വെളിയിൽ തുറന്നു പറയാൻ, അത് എത്ര പ്രാവശ്യം എത്ര ചാനലുകൾക്ക് മുമ്പിൽ തുറന്നു പറയാൻ, പിന്നെ എന്താണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ റെഡി ആയിട്ട് വരുന്ന സ്ത്രീകളെ ഷോ ആണെന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടമാണ്. ഇങ്ങനെ വിപ്ലവത്തിന് വേണ്ടി എന്താണ് റെഡി ആയിട്ട് നിൽക്കുന്ന പല പല സ്പാർക്കുകളെ ഊതിക്കെടുത്തുന്നത് പോലെയാണ് ശാരദയുടെ ഈ ഒരു റിമാർക്ക് എനിക്ക് തോന്നിയത്. പക്ഷെ വളരെ സ്വാഗതാർഹമായിട്ട് ഷീല പോലെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട്, WCCയെ ബഹുമാനിക്കുന്നു, ചേഞ്ചസ് വരുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദങ്ങളും കേൾക്കുന്നത് അതിനോടൊപ്പം ഒരു ആശ്വാസമാണെന്നും പറയേണ്ടി വരും. പക്ഷെ ഈ നോർമലൈസേഷനെ നമ്മൾ വലിയ തോതിൽ എതിർക്കേണ്ടിയുണ്ട്. അതായത് കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല, കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ആയിരുന്നു, ഇനി വളരെ ചെറിയ ചേഞ്ചസ് മതി, ഒരു വലിയ സ്ഫോടനാത്മകമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, സൊസൈറ്റിയിൽ ഉള്ളത് മാത്രമേ സിനിമയിലുള്ള ഒരു റിഫ്ലക്ഷൻ ആണെന്ന് പറയുന്നതിനോട് യാതൊരു വിധത്തിലും യോജിക്കാൻ പറ്റില്ല. കാരണം ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, എനിക്കെതിരെ ഇങ്ങനെ ഒരു ലൈംഗിക ആക്രമണം വന്നാൽ നാളെ പോയി എന്റെ പ്രഡേറ്ററിനെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കേണ്ട ഒരു അവസരം എനിക്ക് ഒരിക്കലും വരില്ല. ഈ ഹേമ കമ്മിറ്റിയിലെ ഒരു നടിയുടെ ഒരു 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 ജീവിതാനുഭവം പറയുന്നുണ്ട്. അതായത് അവർക്ക് ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഭാര്യ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ഒരു അവസരം വരികയും 17 ടേക്കോളം എടുക്കുകയും അവർക്ക് വഴക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു അവസരം. അതെന്തൊരു ട്രോമയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഒരിക്കലും സമൂഹത്തിലെ പോലെ തന്നെയാണ് സിനിമയിൽ എന്ന് പറയുന്നതിനോട് യോജിക്കാനേ കഴിയില്ല. സിനിമയ്ക്ക് അതിൻ്റെതായ നേച്ചറുണ്ട്, അതിൽ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസസ് സിനിമാ രംഗത്ത് തന്നെയാണുള്ളത്. അതിനെ നേരിടുന്ന വഴി നമുക്ക് സമൂഹത്തിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലാണ് തീർച്ചയായും. ഇപ്പോൾ നമുക്കൊപ്പം ദിവ്യ ദിവാകർ കൂടി ചേരുകയാണ്. ദിവ്യ, ഇവിടെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ ലൈംഗിക ചൂഷണം തന്നെയാണ്. അവിടെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത്. ഈ റിപ്പോർട്ടിന്റെ പേജുകൾ അധികവും നീക്കിവെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനാണ്. ഈ കമ്മിറ്റി തന്നെ പറയുന്നുണ്ട്, ആദ്യം കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നിയെങ്കിൽ പോലും പിന്നീട് ഇവർ കൂടുതൽ പേരെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ കാര്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന ഒരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് നമുക്കത് വായിക്കാൻ കഴിയുമ്പോൾ മനസ്സിലായത്, നമ്മൾ മുൻപ് തന്നെ കേട്ട് അറിഞ്ഞിരുന്ന കാര്യങ്ങളിൽ വലിയ വെള്ളം ചേർക്കലൊന്നും ഇല്ലാതെ സത്യസന്ധമായ ആ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. അവിടെയാണ് സിനിമയുടെ ഭാഗമായിരുന്ന, അവിടെ നടക്കുന്ന ചൂഷണങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, പലതിനും സാക്ഷിയാകാൻ കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്ന ഒരു കമ്മിറ്റി അംഗം ഈ രീതിയിൽ ഭിന്നമായ, മറ്റ് രണ്ടുപേരിൽ നിന്നും ഭിന്നമായ ചില അഭിപ്രായങ്ങൾ എഴുതുന്നത്, അതിൽ ചിലത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായി മാറപ്പെടുന്നത്. അതെ, ശരിക്കും പറഞ്ഞാല് ഈ കുറെ ദിവസങ്ങളായിട്ട് ശരിക്കും ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനം തോന്നിപ്പോയ കുറെ ദിവസങ്ങളാണ് കടന്നത്. സത്യത്തിൽ വളരെ വേദന തോന്നിയ ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നു, അതൊക്കെ സത്യമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ സ്ത്രീകളുടെ ഒരു ആത്മാഭിമാനം, അവരുടെ ഒരു കരുത്ത്, സിനിമാ മേഖലയിൽ സ്ത്രീകൾ കാണിച്ച ഒരു തന്റെ ഇടം, ശരിക്കും ബഹുമാനിച്ചു പോയി. കാരണം ഹേമ കമ്മിറ്റിയുടെ മുന്നില് അവർ പറഞ്ഞ കാര്യങ്ങൾ, വളരെ രഹസ്യമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ, അത് പലതും മുറിച്ചു മാറ്റപ്പെട്ടു, പലതും പൂഴ്ത്തി വെക്കപ്പെട്ടു. ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടല്ല നമ്മുടെ മുന്നിൽ വന്നത്. പക്ഷെ അങ്ങനെ നിങ്ങൾ പൂഴ്ത്തി വെച്ചു കഴിഞ്ഞാല് ഞങ്ങൾ മുഖം മറയ്ക്കാതെ, ഞങ്ങൾ പരസ്യമായി രംഗത്ത് വന്ന് എല്ലാം തുറന്നു പറയും, അതിനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് തെളിയിക്കുകയായിരുന്നു ഈ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു റവല്യൂഷനാണ്. ശരിക്കൊരു ചലച്ചിത്ര വിപ്ലവമെന്നോ അങ്ങനെ ഒരു സെല്ലുലോയിഡ് റവല്യൂഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കേണ്ട, അങ്ങനെ ഒരു പേരിട്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു വിപ്ലവം ആണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവൻ പണയം വെച്ചിട്ട്, അവരെ കരിയർ പണയം വെച്ചിട്ട് ഒരു പക്ഷെ കൊല്ലപ്പെട്ടേക്കാം എന്ന് വരെയുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഈ സ്ത്രീകൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് രേവതി സമ്പത്ത്, അവരെ നടത്തിയ മിക്കവാറും ചാനലുകൾ അവർ സംസാരിച്ചു, അവരുടെ ഉള്ളിൽ നിന്ന് അവരനുഭവിക്കുന്ന പെയിൻ എന്താന്നുള്ളത് അവരുടെ വാക്കുകളിലും കണ്ണുകളിലും വ്യക്തമാണ്. മനസാക്ഷിയുള്ള ഒരാൾക്കും അത് കണ്ണു നിറയാതെ കണ്ടിരിക്കാൻ പറ്റില്ല അവർ പറയുന്ന വെളിപ്പെടുത്തലുകൾ. അപ്പൊ അത്രത്തോളം സ്ത്രീകള് വേദനയും സങ്കടവും സഹിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഒരു പോരാട്ടം, ആ പോരാട്ടത്തിന് എങ്ങനെയാണ് ഇത്ര പരിഹാസത്തോടുകൂടി ഇത് ഒരു വെറും പ്രഹസനമാണ്, വെറും ഷോയാണ് എന്നൊക്കെ ഒരാൾക്ക് പറയാൻ കഴിയുക? അതും ഒരു സ്ത്രീക്ക്
ഇത്രയും കാലം ഫിലിം ഫീൽഡിൽ നിന്ന ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടവർക്ക് അനുഭവം ഉണ്ടാവും, ഒരു സംശയവുമില്ല. കാരണം ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നില്ല എന്നവർ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്നത് അത് വലിയൊരു ആത്മവഞ്ചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് മരിച്ച പ്രഗത്ഭയായിട്ടുള്ള നടി KPSC ഉള്ളത് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എത്രത്തോളം ഈ രീതിയിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരിക്കുന്നു. വ്യക്തമായി അടൂർ ഭാസിയുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇയാള് അത്രത്തോളം അവരെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി അവരെ പിന്നാലെ നടന്നിട്ടുണ്ടെന്നും അവരെ മാനസികമായും ശാരീരികമായും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെയാണല്ലോ ശാരദയും നമ്മുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ അവർ ഇതിനെക്കുറിച്ചൊന്നും അവെയർ ആയിരുന്നില്ലേ? ഇതൊന്നും അവർ അറിഞ്ഞിട്ടില്ലേ? അപ്പൊ അത് പച്ച കള്ളമാണ് പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തം. പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ റിപ്പോർട്ട് തന്നെ 4 പേജോ 7 പേജെങ്ങാണ്ടുള്ള ഒരു സെക്ഷൻ മാത്രമാണ് അവർക്കുള്ളത്. അത് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും ശക്തമായ ഒരു സാധനമാണെങ്കിൽ അതിലൊരു കറുത്ത അധ്യായമായിട്ട് വേണമെങ്കിൽ നമുക്ക് ശാരദയുടെ ഭാഗത്തെ മാറ്റിവെക്കാം. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ കാലത്തൊന്നും ഇങ്ങനെ എക്സ്പോസ് ചെയ്ത വസ്ത്രധാരണവും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വേഷവിധാനങ്ങളാണ്, അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്ന പിന്തിരിപ്പനായിട്ടുള്ള ഒരു സെക്ഷനാണ് അവരുടെ ഭാഗത്തുള്ളത് റിപ്പോർട്ട്. പിന്നെ കുറച്ച് ഈ ടോയ്ലറ്റ് വേണം, ടെമ്പററി ആയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം വേണം, ഇങ്ങനെ കുറച്ച് കാഷ്വൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ വയസ്സായ നടികൾക്ക് അവർക്ക് പെൻഷനും അവരുടെ വെൽഫെയറിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇത്തരം ചില കാര്യങ്ങളല്ലാതെ അതിന് വളരെ പുരോഗമനപരമായിട്ടുള്ള റെവല്യൂഷണറി യാതൊരു കാര്യവും അതിലില്ല. ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഹേമയും KD വത്സലകുമാരിയും തന്നെയാണ് ആ റിപ്പോർട്ടിലെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി ഉള്ള ആളുകളെ ഏൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മറ്റു 2 പേരുടെ കാര്യത്തിൽ ആ സെലക്ഷൻ വളരെ കറക്റ്റായി. പക്ഷെ സിനിമാ ഫീൽഡിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തപ്പം അത് വളരെ റോങ് ആയ ഒരു വ്യക്തിയാണ് സർക്കാർ സെലക്ട് ചെയ്തെന്നുള്ളത് പറയേണ്ടി വരും. ഈവൻ ഷീലയെ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ പോലും ഒരുപാട് ഭേദമായിരുന്നു. കാരണം ഷീല ഇന്നും നടത്തിയ ചില പ്രസ്താവനകൾ വളരെ പുരോഗമനപരമായിട്ട് തോന്നി. അവർ ചോദിക്കുന്നത് നമ്മുടെ ഒരാൾ കയറി പിടിക്കുമ്പോ നമുക്ക് അപ്പം സെൽഫി എടുത്ത് കാണിക്കാൻ പറ്റുമോ, ഇയാളെന്നെ കയറി പിടിച്ചൊന്ന് കാണിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നടികൾ നടത്തുന്ന വെളിപ്പെടുത്തലുകളൊക്കെ അവരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. WCC അഭിനന്ദിക്കണം. അവരെത്രയോ പുരോഗമനപരമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ സിനിമയിൽ നിലനിന്നിരുന്ന ശാരദയുടെ കാഴ്ചപ്പാട് അങ്ങനെയല്ല, അത് വളരെ പിന്തിരിപ്പനാണ്. ഇന്നിപ്പോ ഇവര് ഈ പറഞ്ഞൊരു പ്രസ്താവന നടത്തിയത് എനിക്ക് തോന്നുന്നു ഇവിടെ കുറെ പേര് ആകെപ്പാടെ എന്താ പറയാ ജീവിതവും ജീവനും ഒക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ പ്രതികളാക്കപ്പെട്ട ചില ആളുകൾ, സിദ്ദിഖും മുകേഷും ഒക്കെ എന്താവും അവസ്ഥ എന്നുള്ള അത്രത്തോളം ഒരു അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള ഭയചകിതരായിട്ട് ഓടി നടക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇപ്പോ. ഇവര് പല രീതിയിൽ നമുക്ക് സൈബർ ലോകത്ത് തന്നെ ഫേസ്ബുക്കിൽ പോലും കാണാം, നമ്മുടെ മേലെ അവർ കമന്റിന്റെ മുകളിൽ പോലും നമുക്ക് നേരെ വരുന്ന അറ്റാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവര് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ശാരദയെ പോലുള്ള വ്യക്തികളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ അവരെ മേലുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാവണം ഇന്ന് അവർ ഈ രീതിയിൽ ഇത്രയും പിന്തിരിപ്പനായിട്ടുള്ള ഈ പറഞ്ഞ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്കെതിരെ ഇങ്ങനത്തെ ഒരു കമന്റ് പറഞ്ഞതിന്റെ ഒരു കാരണം ഈ പ്രതികളുടെ സ്വാധീനം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇവിടെ മാളവികയാണ് എന്ന് തോന്നുന്നു ഞങ്ങളുടെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എന്തുകൊണ്ട് ഈ വിഷയം ആവർത്തിച്ച് സംസാരിക്കുന്നു എന്ന് എല്ലാവരും ചോദിക്കുന്നു. പക്ഷേ വയനാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ചോദ്യം ഉണ്ടായില്ലല്ലോ എന്ന ഒരു കാര്യം ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. ഇന്ന് പക്ഷേ ഈ കമ്മിറ്റി അംഗമായ ശാരദ തന്നെ പറയാണ്, നിങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അല്ല സംസാരിക്കേണ്ടത്, ഇത് കാണിച്ച് വിപ്ലവം ഉണ്ടാക്കാനല്ല ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 6 കൊല്ലം കഴിഞ്ഞില്ലേ, ഇനി ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്, ഞാനൊക്കെ മറന്നുപോയി, നിങ്ങൾ വയനാടിനെ കുറിച്ച് സംസാരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏതാണ്ട് ശാരദ തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ അവരുടെ കാലം മുതലേ ഉള്ളത് തന്നെയാണ് ഇത് എന്ന്. അപ്പോൾ ഇത്ര പതിറ്റാണ്ടുകളായി സ്ത്രീകൾ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തിന്റെ കഥകൾ ആവർത്തിച്ച് പറയുന്നത്, ചർച്ച ചെയ്യുന്നത്, അതിൽ സ്ത്രീകൾ വിപ്ലവം സൃഷ്ടിക്കുന്നത് ചില സ്ത്രീകൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതിനെ നമ്മൾ എങ്ങനെ കാണണം? എപ്പോഴും പറയാറുണ്ട് സ്ത്രീകൾ തന്നെ, ഒരു സ്ത്രീ തന്നെയാണ് മറ്റൊരു സ്ത്രീയുടെ യഥാർത്ഥ ശത്രുവായി വരുന്നത് എന്ന് പറയാറുണ്ട്. നമ്മളുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ പോലും അങ്ങനെ നമ്മുടെ പെൺകുട്ടികളെ പിന്നോട്ട് വലിക്കുന്ന ഇടപെടലുകൾ നടക്കുന്നു. അതിന്റെ ഒരു തുടർച്ചയെന്ന് വേണമോ നമ്മളുടെ ഈ സിനിമാ മുത്തശ്ശി പറഞ്ഞ ഈ വാക്കുകളെ നമ്മൾ കാണാൻ? ഇവര് സിനിമ മുത്തശ്ശി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അങ്ങനെ പറഞ്ഞാൽ അത് നമ്മൾ സിനിമയെ താഴ്ത്തി കാണുന്നത് പോലെ ആയിരിക്കും. കാരണം സിനിമ അത് ഇവരുടെ സ്റ്റാൻഡുകളിലൊന്നും അല്ല നിൽക്കുന്ന. സിനിമ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ടല്ലോ. നമുക്കിപ്പോ എത്രയോ പ്രോഗ്രസീവ് ആയിട്ടുള്ള
വളരെ എന്താണ് സോഷ്യലി സെൻസിബിൾ ആയിട്ടുള്ള സിനിമ എടുക്കുന്ന എത്രയോ ചെറുപ്പക്കാർ, യുവതി യുവാക്കൾ ഇപ്പൊ വന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞു. ഇത് പലപ്പോഴും ഈ സ്ത്രീയുടെ ശത്രു സ്ത്രീ എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. പലപ്പോഴും ഈ കൾച്ചറിന്റെ എല്ലാ ഭാരവും പേരണ്ടി വരുന്നത് ഈ സ്ത്രീയുടെ, പർട്ടിക്കുലർലി മുതിർന്ന സ്ത്രീകളുടെ ഷോൾഡേഴ്സിലാണ്. അപ്പം ഇവർക്ക് ഈ ഭാരമാണ് പലപ്പോഴും ഇവർക്ക് ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ട് മാറുന്നതും. ഞങ്ങൾ അനുഭവിച്ചത് തന്നെ ബാക്കിയുള്ള അടുത്ത തലമുറയിലും അത് പെർപെട്രേറ്റഡ് ആകണം എന്നുള്ള, ഇങ്ങനെ ഞങ്ങൾ റാഗ് ചെയ്യപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾക്ക് റാഗ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ള ഒരു തെറ്റായ ധാരണ പോലെ ഒരു വീഷ്യസ് സൈക്കിളായിട്ട് ഇതിങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ഈ വയനാടാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക ഡിസ്ട്രാക്ഷൻ ടാക്ടിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ്. ഇത് വയനാടിന് നമ്മൾ ആവശ്യത്തിന് സമയം കൊടുത്തു, ഇനിയും സമയം കൊടുക്കുക. എന്നാൽ രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ട എന്നൊരിക്കലും ഇല്ലല്ലോ. നമുക്ക് രണ്ട് കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇത് പർട്ടിക്കുലർലി ഈ ശാരദയുടെ കാര്യം പറയുമ്പം എന്താണ് ഈ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒരു മുതിർന്ന സ്ത്രീ വന്നിങ്ങനെ പറയുമ്പോൾ ആ കോൺഫിഡൻസിനെ തകർക്കാനുള്ള ഒരു ശ്രമവും കൂടെ ആയിട്ട് നമ്മളിത് വായിക്കണം. അതേപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം മോഹൻലാലും പ്രസ് മീറ്റിൽ സംസാരിച്ചതുപോലെയും അല്ലെങ്കിൽ മമ്മൂട്ടി പോസ്റ്റ് ഇട്ടതും ആയിട്ടുള്ള ഒരേ കാര്യങ്ങൾ ഇവിടെ റിഫ്ലക്റ്റഡ് ആകുകയാണ്. ഇവർ മൂന്ന് പേരും തന്നെ എന്താണ് റീകൺസ്ട്രക്ഷനിലേക്കാണ് നമ്മൾ തിരിയേണ്ടതെന്നുള്ള മട്ടിൽ ഈ ഒരു ഡിസ്ട്രാക്ഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ട വലിയ ആവശ്യമുണ്ട്. പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമാണ് സിനിമ തകർന്നു പോകുന്നു എന്നുള്ള. കഴിഞ്ഞ ദിവസവും പോയൊരു സിനിമ കണ്ടിട്ട് വന്ന ആളാണ് ഞാൻ. കാരണം ജനം എന്താണ് സിനിമയ്ക്കുള്ളിലെ പുഴുക്കുത്തുകൾ തിരിച്ചറിയുന്നു എന്നാണ് പറയേണ്ടത്. മലയാള സിനിമ തകർന്നു പോയി എന്നല്ല, മലയാളം സിനിമയുടെ ഉള്ളിലെ പേട്രിയാർക്കി തകർന്നടിയുന്നു എന്ന് പറയുന്നത്. ആ പേട്രിയാർക്കിയ മലയാളം സിനിമയായിട്ട് ഇവർ കാണുകയാണെങ്കിലാണ് ഇവർക്ക് മലയാള സിനിമയുടെ തകർച്ചയായിട്ട് തോന്നുന്നത്. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് എത്രയേറെ പ്രിവിലേജ് വേണമായിരിക്കും. ഒന്നിൽ ഇവര് നേരത്തെ ഇവിടെ ദിവ്യ മാം പറഞ്ഞതുപോലെ കള്ളം പറയുന്നതാണ്. രണ്ട്, ഇനി നമ്മൾ അവരുടെ ഫേസ് വാല്യൂ ആയിട്ട് തന്നെ അവരുടെ വാക്കുകൾ എടുത്താൽ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് എത്രയധികം പ്രിവിലേജ് വേണമായിരിക്കും. ഇതൊന്നും തന്നെ സ്പർശിക്കാത്ത രീതിയിൽ ആ സിനിമയിൽ ഇത്രയും വർഷം പിടിച്ചു നിൽക്കാൻ. ഇന്ന് പറയാണ് ഞാൻ മറന്നുപോയി എന്ന് പറയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കി, ഇത്ര നിസ്സാരമായിട്ട് നമ്മുടെ മലയാള സിനിമ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഇത് ഇന്ത്യൻ സിനിമയെ തന്നെ മാറ്റി എഴുതുന്ന ഒരു റിപ്പോർട്ടും അതിന്റെ ആഫ്റ്റർ മാത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതിന് ഇത്ര ലാഘവത്തോടെ മറന്നുപോയി എന്ന് പറയാൻ പറ്റുന്നത് ശരിക്കും ഇതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഇതിന്റെ ഒരു ഇമ്പാക്റ്റിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് ഇതിന്റെ എന്താ പറഞ്ഞ എത്ര വിമനെയാണ് ഇത് എംപവർ ചെയ്ത്, എത്ര വലിയ ചർച്ചകളാണ് ഇപ്പൊ നമ്മുടെ സിനിമകൾ വീക്ഷിക്കുന്ന മറ്റ് ഇൻഡസ്ട്രികൾ, ഇപ്പൊ തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്ന്, തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന്, ബംഗാളി ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ആൾക്കാർ അവിടെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അത് മലയാള സിനിമയുടെ ഔന്നത്യവും മലയാളി സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രസീവ് നേച്ചറും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് വരുന്നത് എന്നുള്ളത് വളരെ സങ്കടാർഹമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ഓളം എത്രയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് എന്ന് ഉൾക്കൊള്ളാൻ പോലും ആ കമ്മിറ്റിയുടെ ഭാഗമായിരുന്ന ശാരദയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ചില പിന്തിരിപ്പൻ നിലപാടുകളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇത്ര വലിയ മാറ്റം കുറിക്കുന്ന അല്ലെങ്കിൽ ഇത്ര വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു താനെന്ന് പോലും ഉൾക്കൊള്ളാൻ ശാരദയ്ക്ക് കഴിഞ്ഞിട്ടില്ലേ എന്ന് തോന്നിപ്പോവും അവരുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ. ദിവ്യ, ഇവിടെ സെക്ഷുവൽ ഹറാസ്മെന്റ് എന്ന ഹെഡിങ്ങിൽ ആ പാരഗ്രാഫിൽ ശാരദയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: ടുഡേ there is a lot of influence of the western culture on our society, hence everybody mingles with each other quite openly. എന്നിട്ട് അതിൽ തന്നെ പറയുന്നു, the culture of new generation is different, adjustment and compromise are open these days, where
whereas it was not so open then. അപ്പോൾ സെക്ഷുവൽ ഹറാസ്മെന്റ് ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ നടക്കുന്നു, കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന വളരെ ഗുരുതരമായ വിഷയം അവതരിപ്പിക്കുന്നിടത്ത് വെസ്റ്റേൺ കൾച്ചറിന്റെ ആവിർഭാവത്തെ അവർ സൂചിപ്പിക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ ആളുകൾ തമ്മിൽ ഇടപെടുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്താണ് സെക്ഷുവൽ ഹറാസ്മെന്റ് എന്ന് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന സംശയം നമുക്ക് തോന്നിപ്പോവും ആ കാര്യങ്ങൾ വായിക്കുമ്പോൾ. എന്താണ് കൺസെൻഷ്വൽ സെക്സ്, സെക്ഷുവൽ ഹറാസ്മെന്റും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തിനെയാണ് നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും മറന്നു പോകുന്നുണ്ടോ കമ്മിറ്റി അംഗം? അതെ, അവർ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഞങ്ങളുടെ കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഞങ്ങളൊക്കെ മാന്യമായി വസ്ത്രം ധരിച്ചു നടന്നു, ഞങ്ങളൊന്നും വെസ്റ്റേൺ കൾച്ചറിൽ ഇൻഫ്ലുവൻസ്ഡ് അല്ലായിരുന്നു, ഞങ്ങളൊന്നും വെറുതെ ആവശ്യമില്ലാത്ത ആണുങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പോയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളൊക്കെ സേഫ് ആയിരുന്നു എന്നുള്ള ഒരു വ്യാജ പ്രതീതി അല്ലെങ്കിൽ വ്യാജ പ്രസ്താവനയാണ് അവർ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. ഈ കാലത്തെ സ്ത്രീകൾ ഇത്തരം രീതിയിലുള്ള ലൈംഗികമായ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ്, അവരെ വസ്ത്രധാരണത്തിന്റെ തെറ്റാണ്, അവര് വെസ്റ്റേൺ കൾച്ചറിനെ സ്വീകരിച്ചത് കൊണ്ടാണ്, അവരാവശ്യമില്ലാതെ പുരുഷന്മാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് കൊണ്ടാണ് എന്നൊക്കെ തന്നെയാണ് അവര് പറഞ്ഞു വെക്കുന്നത്. വളരെ പിന്തിരിപ്പനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്, അതിൽ ഒരു സംശയവും ഇല്ല. പിന്നെ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്, അത് ഇവർ പറയുന്ന രീതി കേട്ട് കഴിഞ്ഞാൽ തോന്നുന്ന സ്ത്രീകൾ വില്ലിംഗ് ആയിട്ട് സ്ത്രീകളും കൂടെ താല്പര്യത്തിൽ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇനി ഒരു സ്ത്രീക്ക് അങ്ങനെ ബെഡ് ഷെയർ ചെയ്യേണ്ടി വരികയാണെന്ന് തന്നെ വിചാരിച്ചൂല ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അവിടെ ആണെങ്കിൽ പോലും അത് ബലാത്സംഗം തന്നെയാണ്. കാരണം മറ്റൊരു കണ്ടീഷൻ വെക്കുകയാണ്, ആ സ്ത്രീയുടെ മുന്നിൽ നിങ്ങളൊരു കണ്ടീഷൻ വെക്കുകയാണ്, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ കിടന്നേ പറ്റൂ. അപ്പൊ അവിടെ അത് നിർബന്ധപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് റേപ്പ് തന്നെയാണ് പെടുന്നത്. പക്ഷെ ഇവിടെ ഒരുപാട് പേരുടെ കേസ് നമ്മൾ കണ്ടു. ഇപ്പം രേവതി സമ്പത്തിന്റെ കേസ് ആണെങ്കിലും ചാർമിള കഴിഞ്ഞ ദിവസം പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞ് അവർ പോകാൻ നേരത്ത് നിർമ്മാതാവിന്റെ റൂമിൽ കയറി സാർ ഞാൻ പോവാണെന്ന് പറയാൻ ഇറങ്ങുന്ന സമയത്താണ് അവർ റേപ്പ് ചെയ്യപ്പെടാൻ ശ്രമിക്കുന്നത്. റേപ്പ് ഭാഗ്യത്തിന് എന്തോ തലനാരിയൊക്കെ അവർ രക്ഷപ്പെട്ടു. പക്ഷെ അവര് കൂടെ ഉണ്ടായിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ പലരും റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് അവർ പറയുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഈ ശാരദ പറയുന്ന പോയിന്റിന് എന്ത് വാല്യൂ ആണുള്ളത്? അവരുടെ സമ്മതത്തോടു കൂടിയാണോ ഇത്? അവർ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായത് കൊണ്ടാണോ ഇത്? ബ്രൂട്ടൽ ആയിട്ടുള്ള റേപ്പിനാണ് പലപ്പോഴും സ്ത്രീകൾ, പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വിധേയപ്പെട്ടിട്ടുള്ളത്. അത് സിദ്ദിഖിന്റെ ഒക്കെ കേസിൽ നമുക്കറിയാം. റൂം പൂട്ടിയിട്ടിട്ട് വരെ അയാൾ പത്രസമ്മേളനത്തിന് പോയി, ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് പത്രസമ്മേളനത്തിന് പോയി, അതിനുശേഷം തിരിച്ചു വന്ന് വീണ്ടും പീഡിപ്പിച്ചു. റൂം പൂട്ടിയിട്ട് നടത്തുന്ന ഒരു പീഡനം. ഇതേപോലെ നടക്കുന്ന മിക്കവാറും കേസുകൾ അങ്ങനെയാണ്. അതേപോലെ തന്നെ വിനു കുര്യൻ പറയുന്ന കേസ് ഒന്നും അവരുടെ കൺസെന്റോട് കൂടിയോ അവര് കൂടി തയ്യാറായിക്കൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അല്ല അവിടെ നടന്നിട്ടുള്ളത്. ബലമായിട്ടുള്ള കയറിപ്പിടുത്തം, തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ബലമായിട്ട് പിടിച്ച് കിസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മൾ ഇന്നലെ വരെ ഭയങ്കര സെലിബ്രിറ്റീസ് ആണ്, ഭയങ്കര താരങ്ങളാണ്, അഭിനേതാക്കളാണ്, നമ്മൾ വിചാരിച്ച ആളുകളാണ് എന്നുള്ളത് നമ്മൾ വളരെ ഞെട്ടലോടുകൂടി തിരിച്ചറിയാണ്. ഹരിഹരനെ പോലുള്ള സംവിധായകൻ, രഞ്ജിത്തൊക്കെ പോട്ടെ, പിന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഡയലോഗ് കണ്ടാൽ തന്നെ ഒരു മാടമ്പി സ്വഭാവമാണ്, പോട്ടെ. പക്ഷെ ഹരിഹരനെ പോലെ ഇത്രയും ക്ലാസിക് സിനിമകൾ എടുത്ത ഒരു ഡയറക്ടർ ഇത്രയും കാലം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നാണ് പറയുന്നത്. എത്ര ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമാ ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുമ്പോൾ അത് വളരെ പിന്തിരിപ്പനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇനിയെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പൊതുജനത്തിന്റെ പൈസ എടുത്തിട്ടാണ് ഈ ഇങ്ങനെ കമ്മിറ്റി രൂപീകരിക്കുന്ന റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും. അപ്പോ അവിടെ കൃത്യമായിട്ട് വിവേകമുള്ള, ഉൾക്കാഴ്ചയുള്ള, കാഴ്ചപ്പാടുള്ള വ്യക്തികളെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കേണ്ടതുണ്ട്. അത് എന്താണ് നമ്മൾ ആ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളായിരിക്കണം ആ കമ്മിറ്റിയിലുള്ളത്, ഉണ്ടാകേണ്ടത് എന്ന കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. നമുക്കൊപ്പം അഭിഭാഷക ടി ബി മിനി കൂടി എത്തുന്നുണ്ട്. ഞാൻ വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ടി ബി മിനി, നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ എല്ലാ തീവ്രതയോടുകൂടി സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാർത്തയുടെ വിസ്ഫോടനങ്ങൾ മറ്റു ചില കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ പോലും രാധികയും ചാർമിളയും കസ്തൂരിയും ഏറ്റവും ഒടുവിൽ വിൻസി അലോഷ്യസും പോലെയുള്ള ഏറ്റവും ഒടുവിൽ സിനിമയിലേക്ക് വന്ന അവിടെ സ്ഥാനം കണ്ടെത്താൻ കഴിയുന്ന സ്ത്രീകൾ വരെ ആ സിനിമാ മേഖലയിൽ അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ ശക്തി സംഭരിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്മിറ്റി അംഗം കൂടിയായ ശാരദയുടെ ഭാഗത്തു നിന്നും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്.
ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഊർജത്തെ ഒന്ന് തണുപ്പിച്ചോ ഇതുപോലെയുള്ള പിന്തിരിപ്പൻ നിലപാടുകൾ? ഇല്ല 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 അതിൽ WCC അതിലൊരു എടുത്ത ഒരു നിലപാടുണ്ടല്ലോ. WCCയിൽ നിൽക്കുകയും പിന്നീട് പോവുകയൊക്കെ ചെയ്ത സ്ത്രീകൾ, അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പല സ്ത്രീകളും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോഴും ഈ WCC അതിനോട് പറഞ്ഞൊരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷാധിപത്യ വ്യവസ്ഥയിൽ എന്താ പറയുക വിധേയരായി മാറുന്ന ചില സ്ത്രീകൾ അത് അവരുടെ ഒരു അവസ്ഥയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ശാരദയൊക്കെ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലമല്ല ഇന്നത്തെ കാലം എന്ന് പറഞ്ഞത്. സ്ത്രീകളുടെ ഡെവലപ്മെൻറ്റ്, ജെൻഡർ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹിക അവബോധം ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾക്കുണ്ടായിരിക്കുന്ന, അതായത് അവരുടെ സെക്സോ അവരുടെ ശരീരമോ അല്ല, അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും അവരുടെ പേഴ്സണാലിറ്റിയുമാണ് അംഗീകരിക്കപ്പെടേണ്ടത് എന്ന നിലയിലുള്ള ചിന്ത ഇന്ന് വലിയ രീതിയിൽ സമൂഹത്തിൽ വളർന്നിരിക്കുന്നു. പെൺകുട്ടികൾ ആ നിലയിൽ ഈക്വലായിട്ട് വസ്ത്രധാരണത്തിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. അതെ, നമ്മൾ തന്നെ പറയുന്നു സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ജെൻഡർ ഈക്വാലിറ്റി നിലനിർത്തിക്കൊണ്ടുള്ള വസ്ത്രധാരണങ്ങൾ വേണമെന്ന് പറയുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. മാത്രമല്ല സ്ത്രീകൾ എല്ലാ മേഖലകളിലും ഡെവലപ്പ് ചെയ്യുകയും, നേരത്തെ ഈ ശാരദയൊക്കെ അഭിനയിക്കുന്ന കാലത്ത് നമ്മൾ ദുഃഖപുത്രിമാരെ കാണുന്നു, ഈ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകൾ, പിന്നെ കുട്ടിയുമായി ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അവരുടെ ഒരു അഭിപ്രായത്തെ നമ്മൾ വേറെ രീതിയിലാണ് അതിനെ കാണേണ്ടത്. അവർക്ക് ആ അഭിപ്രായങ്ങളെ ചിലപ്പോൾ പറയാൻ കഴിയുള്ളൂ. അവർക്ക് ഈ ആധുനികവൽക്കരണത്തെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ജനാധിപത്യവൽക്കരണത്തെ, സമൂഹത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ജെൻഡർ ഈക്വാലിറ്റിയെ വേണ്ട രീതിയിൽ അവർക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിന് നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ ഇതിൽ ഈ തീ അടങ്ങൂല. എത്ര ആര് വിചാരിച്ചാലും ഈ തീ അടങ്ങുമെന്ന് കരുതണ്ട. പിന്നെ അതിൽ നിങ്ങൾ വലിയ, അതായത് പത്രക്കാരും മാധ്യമങ്ങളും ആ തീയെ നിങ്ങളുടെ, അതായത് ഈ സമൂഹത്തിന്റെ ജെൻഡർ ഈക്വാലിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയും ഒരു ജനാധിപത്യവൽകൃത സൊസൈറ്റി ആയിട്ട് സിനിമാ ലോകം മാറണം എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലും നിങ്ങൾ വലിയ രീതിയിലുള്ള സംഭാവന ചെയ്തു. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. 2 ദിവസം വാർത്തകളുടെ പെരുമഴ, അതും ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത വാർത്തകളുടെ പെരുമഴ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളും കുറച്ച് ഇതിന്. പക്ഷെ ഇനിയിപ്പോൾ 5-ാം തീയതി കേസുണ്ട് വീണ്ടും. അത് മാത്രമല്ല, കുറെ ആളുകൾ ഇത് കേസായില്ലേ, ഇത് പഴയ പോലെ ഒരു റിപ്പോർട്ടായിട്ട് ആ റിപ്പോർട്ടുമായി കിടന്നുള്ള ചർച്ചയല്ലല്ല, ഇതിപ്പോ കേസായി. ആ കേസുകൾ നടക്കുന്നു. പല ആളുകൾ ആന്റിസിപ്പേറ്ററി ബെയിലിന് കൊടുക്കുന്നു, ചില ആളുകൾ സ്ത്രീകൾക്കെതിരായി അങ്ങോട്ടേക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നു. സ്ത്രീകളാണെങ്കിലോ ധൈര്യത്തോടു കൂടി അവരുടെ കംപ്ലൈന്റ് പറയാൻ ഇറങ്ങി വരികയാണ്. സർക്കാരിൽ നിന്ന് എത്ര പ്രൊട്ടക്ഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് എത്ര പ്രൊട്ടക്ഷൻ ഉണ്ടെന്നോ ഒന്നും കരുതിയിട്ടല്ല. അവര് ഈ ദീർഘകാലമായി അവരുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന അവരുടെ അപമാനം അത് പരിഹരിക്കുന്നതിന് കൂടിയുള്ള ഒരു സംവിധാനമായിട്ട് അവർ തുറന്നു പറയും. ഇനി ഞങ്ങളുടെ മുഖം കണ്ടാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇന്ന ആളാണെന്ന് കണ്ടാലും കുഴപ്പമില്ല എന്ന് പറയാൻ സ്ത്രീകൾ ധൈര്യം കാണിച്ചിട്ട് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പൊ അവിടെ ഈ അവരുടെ സെക്സിനെ ആഗ്രഹിച്ചു വന്ന മനുഷ്യരുടെ മുഖത്ത് നോക്കി ഇതൊരു പ്രശ്നമല്ല ഞങ്ങളെ സംബന്ധിച്ച്, പക്ഷേ ഞങ്ങളോട് ഇത് ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരികയും ഞങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ അത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കും എന്ന നിലയിൽ ഉറച്ചു പറയുന്ന സ്ത്രീകൾ എത്രയോ ആളുകൾ വന്നു. ഇനി സർക്കാരിനെ സംബന്ധിച്ച്, സർക്കാർ നമ്മൾ ആദ്യം മുതൽ ചർച്ച ചെയ്യുന്ന ഒരു വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് നാളെ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സർക്കാർ അതിന്റെ നിയമനിർമ്മാണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നു. സർക്കാർ ആ വഴിയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യണത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന എവിഡൻസുകളുമായി ബന്ധപ്പെട്ട് SITയുടെ മുൻപിൽ ഈ അന്വേഷണങ്ങൾ വരുമോ ഇല്ലയോ എന്നാണ്. SIT തന്നെ അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. SITക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന പരാതികളുടെ ഒരു പ്രവാഹമുണ്ട്. അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നന്നായി പേടിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ലൈഫ് മുഴുവൻ അവരുണ്ടാക്കിയെടുത്ത ഈ സ്ത്രീകൾക്ക് ഇത്രേ കാലം ഉണ്ടായിരുന്ന മെന്റൽ ട്രോമ ഇതേ ആളുകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയില്ലേ. അതില് ആ ഒരു പേടി തന്നെയാണ് നിയമത്തിന്റെ ഒരു പേടി വരുമ്പോ ഉണ്ടാകുന്നത്. തീർച്ചയായും. അപ്പൊ അതിൽ നമ്മൾ ഒരിക്കലും അത് തീയായി അണഞ്ഞു എന്ന് നമ്മൾ കാണണ്ട. അത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ,
അതായത് ഞാൻ മാധ്യമങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയത്തിൽ ഒരു നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായി. നിങ്ങളുടെ പോലും കൺട്രോളിലല്ലാത്ത നിലയിലുണ്ടായ വാർത്തകളുടെ പെരുമഴയുണ്ട്. തീർച്ചയായും അവിടെയാണ് WCCയുടെ വാക്കുകൾ. ഇനിയാണ് കൂടുതൽ പ്രവർത്തിക്കേണ്ടത് എന്ന തരത്തിലുള്ള WCCയുടെ വാക്കുകൾ കൂടി പ്രസക്തമാകുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയും ഏറെ പ്രവർത്തിക്കാനുണ്ട്, മുന്നോട്ട് പോകാനുണ്ട് എന്ന കാര്യം. ശ്രീമതി മാളവിക ബിന്നി, ഇവിടെ ഈക്വൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്ന ഹെഡിൽ ആ പാരഗ്രാഫിൽ ശ്രീമതി ശാരദയുടേതായ നോട്ട്, ഓഡിയൻസ് ഡസ് നോട്ട് ഹാവ് ദി സെയിം ഡിമാൻഡ് ഫോർ വുമൺ ആസ് ഫോർ മെൻ, ഈവൻ പബ്ലിക് ആസ് ഇനിഷ്യലി ഹൂ ദ ഹീറോ ഈസ്, സോ ഐ ഡോണ്ട് എഗ്രി വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ റെമ്യൂണറേഷൻ. തുല്യവേതനം എന്ന വലിയ ആവശ്യത്തെ എത്ര നിസാരവൽക്കരിച്ച് ആണ് ഒരുപാട് സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള റോളുകൾ ചെയ്ത ഒരു ആദ്യകാല നടി കൂടിയായ ശാരദ ഈ രീതിയിൽ ഈ റിപ്പോർട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ വലിയ കഷ്ടം തോന്നും. തുല്യവേതനം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അവരുടെ അനുഭവവുമായി ബന്ധപ്പെടുത്തി അവർ അങ്ങനെ എഴുതിയതാണോ? ഇപ്പോൾ കാലഘട്ടം മാറി കുറച്ചുകൂടി മെച്ചപ്പെട്ട വേതനം സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നത് കണ്ടുകൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നിലപാട് അവർ വേതനത്തിന്റെ കാര്യത്തിലും കുറിച്ചിട്ടുണ്ടാവുക? അത് എന്താണ് അഭിനയിച്ചതും ഇവരനുഭവിച്ചതുമായിട്ടുള്ള സിനിമയുടെ ഒരു ഫ്യൂഡൽ മൂല്യവ്യവസ്ഥയുടെ ഒരു റിഫ്ലക്ഷനാണ് അവരുടെ ആ ഒരു വാക്കുകളിൽ വരുന്നത്. ഇത് ശാരദയിലൂടെയും എന്താണ് മോഹൻലാലിലൂടെയും മമ്മൂട്ടിയിലൂടെയും സിദ്ദിഖിലൂടെയും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിനിമയിലെ പുരുഷാധിപത്യമാണ്. ഇതിപ്പോ സ്ത്രീ അത് സംസാരിച്ചാലും പുരുഷൻ അത് സംസാരിച്ചാലും പഴയകാല നടി സംസാരിച്ചാലും പുതിയ കാല നടൻ സംസാരിച്ചാലും ഒക്കെ ഈ പുരുഷാധിപത്യമാണ് അതിലൂടെ വരുന്നത്. അപ്പൊ ഈ ഒരു ഫ്യൂഡൽ മൂല്യ വ്യവസ്ഥയിൽ എത്രത്തോളം സ്ത്രീകളെ ഡീവാല്യൂ ചെയ്ത് അണ്ടർ വാല്യൂ ചെയ്ത് അവരെ വില കുറഞ്ഞതായിട്ട് കാണാമോ അത്രയും താഴ്ത്തി തന്നെയാണ് കാണുന്നത്. അപ്പൊ ആ ഒരു സമയത്തെ മൂല്യബോധമാണ് ഇപ്പോഴും ശാരദയെ അൺഫോർച്ചുനേറ്റ്ലി ശാരദയുടെ ഗവൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ പ്രേമലു പോലൊരു സിനിമ എടുക്കുക, അതിനകത്ത് നസ്ലിനും മമതയ്ക്കും ഒരേപോലത്തെ ഉള്ള സിഗ്നിഫിക്കൻസ് ആണ് അത് കാണാൻ പോയിട്ടുള്ള എല്ലാ ആൾക്കാരും കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ കുറച്ച് ഇനി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നസ്ലിന്റെ സ്റ്റാർ വാല്യൂ കൂടുകയും മമതയുടെ സ്റ്റാർ വാല്യൂ കുറയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഇവിടെയുള്ള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ ഉണ്ടാക്കിയെടുക്കും. കാരണം ഇത് ഇങ്ങനെ പുരുഷാധിപത്യം തന്നെ പിന്തുടരണം. ചില ആൾക്കാരുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ആ സിനിമയുടെ ബഡ്ജറ്റിന്റെ പകുതിയെക്കാളും കൂടുതലാകണം എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനൊരു വളരെ എക്കണോമിക് ആയിട്ടുള്ള ഒരു സൈഡ് കൊണ്ട് അത് നമ്മുടെ ചർച്ചാ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. അതിൻ്റെതായ ഒരു പൊളിറ്റിക്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള അതിൽ നിന്ന് ബെനിഫിറ്റ് കൊയ്യുന്ന മനുഷ്യരും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ ഇങ്ങനെ തന്നെ നിലനിർത്തുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ജെൻഡർ എന്നുള്ള നിലയിൽ മാത്രം നമ്മളിത് കാണുമ്പോഴത്തേക്ക് ഈ ഈ ശാരദ പറയുന്ന അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാരും പറഞ്ഞത് തന്നെയാണ് ശാരദ റിപ്പീറ്റ് ചെയ്യുന്നത്. ആ ഒരു മൂല്യബോധം വരുന്നത് വളരെ കൃത്യമായിട്ട് സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾക്ക് സമൂഹത്തിൽ വളരെ വില കുറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഫെമിനൈസേഷൻ ഓഫ് ലേബർ എന്ന് നമ്മൾ ഈ ഇതിൽ പറയും. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സെക്ഷൽ അലിഗേഷൻസ് മേക്ക് ചെയ്ത സ്ത്രീകളുടെ അവരുടെ വോയിസസിന് ഈ വില കുറച്ച് കാണുന്നത്. നമ്മൾ 100 വർഷം ഫൈറ്റ് ചെയ്തിട്ടാണ് സ്ത്രീയുടെയും പുരുഷന്റെയും അവരുടെ ടെസ്റ്റിമോണിയെ ഒരുപോലെ കാണണം എന്നുള്ള ഒരു സിറ്റുവേഷൻ. 100 വർഷം സ്ത്രീകൾ, അതായത് മനുസ്മൃതി തുടങ്ങി നിങ്ങൾ ഏത് മതം എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ ഏത് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും, ഞാൻ ചരിത്രം പഠിപ്പിക്കുന്ന ഒരാളാണ്, അതിനകത്ത് സ്ത്രീയെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ആ ബോധ്യം നമ്മുടെ തലയിൽ ഉറച്ചു പോയ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ഭരണഘടന അത് മാറ്റിയിട്ട് സ്ത്രീയുടെയും പുരുഷന്റെയും ടെസ്റ്റിമോണിക്ക് ഒരേ വാല്യൂ കൊടുത്തത്. അപ്പൊ അങ്ങനെ ഭരണഘടനാപരമായിട്ടുള്ള മൂല്യത്തിനെയാണ് ഇവിടെ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ സ്ത്രീയുടെ വോയിസിനെ ഷോ എന്ന് വിളിക്കുമ്പോൾ അതെനിക്ക് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു ഫോൾ ബാക്ക് ആയിട്ടാണ് തോന്നുന്നത്. തീർച്ചയായും. ദിവ്യ, ഇവിടെ ഇപ്പോൾ ഈ റിപ്പോർട്ട് കൊടുത്ത് 5 വർഷത്തിന് ശേഷം 5 വർഷം പിന്നിടുന്ന സമയത്താണ് ഇത് പുറത്തേക്ക് വന്നത്. എത്രമാത്രം സിനിമ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. എല്ലാ തലങ്ങളിലും മാറി. പക്ഷെ അവിടെ നിന്ന് ഇനിയും മാറ്റം വേണം എന്നതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യം. ഈ റിപ്പോർട്ടിൽ ചില തെറ്റായ പരാമർശങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും ഈ റിപ്പോർട്ട് വരുന്നതിനും അല്ലെങ്കിൽ സിനിമയിലുണ്ടായ സംഭവവികാസങ്ങൾ സിനിമയിലുണ്ടാക്കിയ മാറ്റവും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങൾ അഭിപ്രായം ചോദിക്കുമ്പോൾ പോലും
തന്റെ ഈ റിപ്പോർട്ടിലുള്ള തെറ്റുകൾ വേണമെങ്കിൽ ഒരു പക്ഷേ തിരുത്തി അല്ലെങ്കിൽ കുറച്ചുകൂടി പുരോഗമനപരമായ ഇതുണ്ടാക്കുന്ന ഈ വിപ്ലവം കണ്ടിട്ടെങ്കിലും അങ്ങനെ വേണമെങ്കിൽ ഈ കമ്മിറ്റി അംഗത്തിന് പ്രതികരിക്കാമായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. നമ്മൾ സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ അമ്മയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരളം അല്ലെങ്കിൽ ജനത മുഴുവൻ ആരാധിക്കുന്ന ഒരു നടൻ എന്താണ് സംസാരിച്ചതെന്ന് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അന്ന് ലാലിസം എന്നൊക്കെ പറഞ്ഞതിനെ പല രീതിയിൽ പുച്ഛിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തവരാണ്. ഇപ്പോൾ ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അവിടെ വന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ 4 പതിറ്റാണ്ടിന്റെ പരിചയം അവകാശപ്പെടുന്ന ആ താരം എനിക്കൊന്നും അറിയില്ല എന്ന പഴയ പല്ലവി ആവർത്തിക്കുന്നു. എന്നെ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെ നിങ്ങൾ കന്യരായി എന്ന വൈകാരികമായ ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ തെറ്റിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാൻ ചില മനുഷ്യർ തയ്യാറാകുന്നില്ല, അവർ പഠിക്കുന്നില്ല, പുതുക്കുന്നില്ല എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇവിടെ നമുക്ക് ഇവരൊക്കെ മാറ്റി നിർത്താം. നമുക്ക് ശാരദയെ മാറ്റി നിർത്താം. നമുക്ക് ഇവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും മാറ്റി നിർത്താം. നമുക്ക് ഈ പറഞ്ഞ സൂപ്പർ താരങ്ങളെ ഒക്കെ മാറ്റി നിർത്താം. പക്ഷെ ഇതൊന്നുമില്ലാതെ തന്നെ ഇപ്പുറത്ത് ഇവിടെ ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവം, പെണ്ണുങ്ങൾ തുടങ്ങി വെച്ച വിപ്ലവം, അത് ശരിക്കും തീജ്വാലയായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അത് നടി ആക്രമിക്കപ്പെട്ട ആ സമയം മുതൽ, WCCയുടെ രൂപീകരണം മുതൽ അത് വളരെ ക്രിയാത്മകമായിട്ട് വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം സ്ത്രീകളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടില്ല എന്ന് മനസ്സിലായപ്പോ, അല്ലെങ്കിൽ അതിൽ പല മുറിച്ചുമാറ്റലുകളും ഉണ്ടാകുമെന്ന് മനസ്സിലായപ്പോ സ്ത്രീകൾ മുന്നോട്ട് വന്നു. എത്ര പെട്ടെന്നാണ് സ്ത്രീകൾ മുന്നിലേക്ക് വന്നത്. ഞങ്ങൾക്ക് മുഖമൊന്നും മറക്കണ്ട. എനിക്ക് വളരെ വളരെ എന്താണ് പറയാ, രസകരമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി കണ്ട ഞാനൊരു കാഴ്ചയാണ്. മീനു കുര്യൻ ഒരു ചാനൽ ഇരുന്നിട്ട് അവരെ ഫേസ് ബ്ലർ ചെയ്യാണ് ചാനലുകാർ. അവർ പറഞ്ഞു എന്റെ ഫേസ് ബ്ലർ ചെയ്യാൻ പറ്റില്ല, എന്തിനാണ് നിങ്ങൾ എന്റെ ഫേസ് ബ്ലർ ചെയ്യുന്നത്? അപ്പൊ അത് രാജ്യത്തെ നിയമം അങ്ങനെയാണ്, അതുകൊണ്ട് ബ്ലർ ചെയ്യാണ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ചർച്ചയ്ക്ക് ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ അവർ എണീറ്റ് പോയി. കാരണം അത് അവരുടെ ആത്മാഭിമാനത്തെ കാണിക്കുന്നത്. മുഖം മറക്കേണ്ടത് ഇനി ഈ കുറ്റം ചെയ്ത പ്രതികളാണ്. ഈ സിദ്ദിഖും മുകേഷും ഒക്കെ മുഖം മറച്ച് നടക്കട്ടെ, ഈ ഹരിഹരനും മുഖം മറച്ച് നടക്കട്ടെ. എന്തിനാണ് സ്ത്രീകള് ഒരു മീനു കുര്യനോ ഒരു ചാർമിളയോ ഒന്നുമല്ല ഇവിടെ മുഖം മറക്കേണ്ടത്, ഒരു രേവതി സമ്പത്തൊന്നല്ല പേരും മറച്ച് മുഖം മറച്ച് നടക്കേണ്ടത്. ആ ബോധം സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ആർജവത്തോടെ പറയുന്നത് എന്റെ മുഖം മറക്കാൻ പറ്റില്ല, എന്റെ മുഖം മറച്ച് ഞാൻ ചാനൽ ചർച്ചയിൽ ഇരിക്കില്ല എന്ന് അവർ പറയുന്നത്. പണ്ടത്തെ കാഴ്ചപ്പാടായിരുന്നു, ആരെങ്കിലും ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വെളിച്ചത്ത് വരും, എന്നെപ്പറ്റി ഇനി സമൂഹം എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ബോധത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകളെ പേടിപ്പിക്കാൻ എളുപ്പമായിരുന്നു. എന്റെ ഭാവി പോവോ, എന്നെ ആളുകൾ പരിഹസിക്കുമോ. പക്ഷെ ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾ അങ്ങനെയൊന്നും പേടിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ പുറത്തേക്ക് വരും, ഞങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യും, നിങ്ങളുടെ പേര് വിളിച്ചു പറയുകയും ചെയ്യും. ഞങ്ങളുടെ പേരെവിടെ വന്നാലും വേണ്ടില്ല, ഞങ്ങളെ മുഖമാര് കണ്ടാലും വേണ്ടില്ല, ഞങ്ങളുടെ ശരീരം തന്നെ ആരും കണ്ടാലും വേണ്ടില്ല എന്നുള്ള അത്രയും കോൺഫിഡൻസോട് കൂടി, അത്രയും ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടിയാണ് ഈ സ്ത്രീകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശാരദ എന്ന് പറയുന്നു എന്നുള്ളതോ, ഇവിടെ ഹേമ കമ്മിറ്റി തന്നെ പൂഴ്ത്തി വെച്ചു എന്ന് പറഞ്ഞാലോ, ഇനി ഇവിടെ മോഹൻലാൽ കരഞ്ഞാലോ, മമ്മൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലോ ഒന്നും അതിനെ ബാധിക്കുകയില്ല. കാരണം അത്രത്തോളം ആർജവത്തോടു കൂടിയുള്ള ഒരു സ്ത്രീ മുന്നേറ്റം മറ്റ് എല്ലാ മേഖലകളിലും പൊതുവിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ സിനിമാ മേഖലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി. അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ താരങ്ങൾക്കൊക്കെ ആ ഭയമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴാണ്, ഇന്ന് മുതലാണ് നിങ്ങൾ കന്യരായത് എന്നൊക്കെ അവരൊരു കോൺഫിഡൻസ് കുറവുണ്ട്. മോഹൻലാൽ സംസാരിക്കും, മോഹൻലാലിന്റെ പേടി തോന്നുന്നുണ്ട്. ഇതുവരെ കെട്ടിപ്പടുത്ത സാമ്രാജ്യം മുഴുവൻ പൊളിഞ്ഞു വീഴുമോ, ഇതുവരെ കിട്ടിയ സ്നേഹവും ആദരവും ഒക്കെ നാളെ മുതൽ ഇല്ലാതെയാവോ, ഇല്ലാതെ ആയി എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. ആ ഭയമാണ് ഈ ഒളിച്ചിരിക്കുന്നിടത്ത് പുറത്തു വരാൻ ദിവസം പിടിച്ചു. പുറത്തു വന്നപ്പോ ഈ പറഞ്ഞ വലിയ വലിയ ഞങ്ങൾ ചാരിറ്റി ചെയ്യുന്നില്ലേ, ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നില്ലേ, ഞങ്ങൾ വയനാടിന് വേണ്ടിയിട്ട് ഇതാ പിന്നെ ഇനി ഫണ്ട് പിരിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളെ സെന്റിമെന്റ്സ് പിടിച്ചു വാങ്ങാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം അവിടെ നടത്തുന്നത്. അതല്ലാതെ ഭയം കൊണ്ടാണത്, ഭയം കൊണ്ട് തന്നെയാണ്. നഷ്ടപ്പെട്ടു പോകുമോ, ഇതുവരെ കെട്ടിപ്പടുത്ത സാമ്രാജ്യമൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിന്റെ മുകളിലാണ് ഇവരെല്ലാം ഇപ്പൊ നിലനിൽക്കുന്നത്. ആ ഭയം ഉണ്ടാക്കാൻ സിനിമയിലെ സ്ത്രീകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്, അതൊരു സംശയമില്ല. തീർച്ചയായും. ശ്രീമതി ടി ബി മിനി, നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടതും ഒക്കെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ആരോപണ വിധേയരായിട്ടുള്ളത്, ഇതിനോടകം ആരോപണ വിധേയരായിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ്, അതിനുള്ള തുടർ നടപടികൾ എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.
മുൻകൂർ ജാമ്യാപേക്ഷയുമായി താരങ്ങൾ ഏറ്റവും വലിയ അഭിഭാഷകരെ സമീപിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നത് നമ്മൾ കാണുന്നു. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട കേസിലാണെങ്കിലും പിന്നീട് ആരോപണ വിധേയരായിട്ടുള്ള ഇതുപോലെ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട നടന്മാരുടെ കേസിലൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ പോലും ഇരകൾക്കൊപ്പമാണോ വേട്ടക്കാർക്കൊപ്പമാണോ എന്ന് സംശയം തോന്നുന്ന ചില സാഹചര്യങ്ങളെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ട്. ജാമ്യം കിട്ടി ചിലരൊക്കെ പുറത്ത് ദിവസങ്ങൾക്കുള്ളിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ വളരെ ഫ്രീ ആയി നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. സിനിമയിൽ അവർ സജീവമാകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെട്ട സ്ത്രീകൾ ഒരുപക്ഷെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറന്തള്ളുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കേസുകളിൽ ഉണ്ടാകുന്ന തുടർ നടപടികൾ, അതിന്റെ ഭാവി, ഈ മൂവ്മെന്റിന് ഇതൊരു വിപ്ലവമാകുന്നതിന് എത്രമാത്രം നിർണായകമാണ്? ഈ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ജഡ്ജസ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാണുന്നു. കാരണം ഈ ഒരു കൊലപാതകം നടന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ കൊലപാതകത്തെ കണ്ടുപിടിക്കുന്നത്. വെച്ചിട്ട് ഒരു ചാക്കിൽ കെട്ടി ആ ബോഡി വല്ല സ്ഥലത്തും കുഴിച്ചിട്ടെന്നിരിക്കും. അതിനുശേഷം ഈ ബോഡി പിന്നീട് 10-20 വർഷങ്ങൾക്ക് ശേഷം അത് കണ്ടെത്തി. ആ കൊലപാതകികളെ ശിക്ഷിക്കണ്ടേ? അപ്പോൾ അവിടെ ഒരു ക്രൈം നടന്നത് 25 വർഷം മുന്നാണെന്നോ 50 വർഷം മുന്നാണെന്നോ 30 വർഷം മുന്നാണെന്നോ പറയേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ ഇത് ഒരു റേപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളെ ഹരാസ് ചെയ്യുന്നു എന്ന് പറയുന്നത്, അസൾട്ട് ചെയ്തു എന്ന് പറയുന്നത് അതൊരു ക്രൈമാണ്. അപ്പോൾ ആ ക്രൈം 20 വർഷം മുന്നേ നടന്നാലും 17 വർഷം മുന്നേ നടന്നാലും ആ ക്രൈമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയണത് ഒരു റേപ്പിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, ആ റേപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ആകെ അതിലുള്ള പ്രശ്നം മെഡിക്കൽ എവിഡൻസ് മാത്രമാണ്. ബാക്കി എല്ലാ എവിഡൻസുകളും അവിടെ ഉണ്ടാവും. ആ കേസിൽ കോടതിയും അതിനെ അങ്ങനെ തന്നെ കാണുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഇയാൾ നിരപരാധിയാണ്, ഇയാൾക്ക് ജാമ്യം കൊടുക്കാം എന്ന് ഒരു കോടതിയും കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനെ വളരെ നിസ്സാരമായി ഒരു കോടതിയും കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഹേമ കമ്മിറ്റി ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചത് അത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതിന് സബ്സിക്വൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ കൊടുത്തിട്ടുള്ള ആളുകൾ പരാതിയായിട്ട് SITക്ക് കൊടുത്താലോ കേസെടുക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അത് കൊടുക്കാതിരിക്കാനായിട്ട് സർക്കാരിന് പറ്റില്ല. അവർ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന രീതിയിൽ ഇവിടത്തെ ഹൈക്കോടതിനേക്കാൾ മേലെ നിൽക്കുന്ന ഒരു ബോഡിയല്ലേ. അപ്പൊ അതുകൊണ്ട് അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഹൈക്കോടതി വിളിച്ചപ്പോഴും ഹൈക്കോടതിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ റിപ്പോർട്ട് എത്ര പൂഴ്ത്തി വെച്ചാലും ഇത് പുറത്തു വരിക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഈ കുട്ടികളോട്, സ്ത്രീകളോട് പറയാനുള്ള ഒരു കാര്യം ഞാൻ നേരത്തെയും പറഞ്ഞതാ. SIT മുൻപാകെ പരാതികൾ കൊടുക്കണം, മൊഴി കൊടുക്കണം. കാരണം അത് CRPC പ്രകാരം പുതിയ BNSS പ്രകാരവും ഉള്ള ഒരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ പൂർത്തീകരിക്കാതെ അത് കേസാവില്ല. അല്ലാതെ നമ്മൾ ഈ ചാനലിൽ ഇരുന്നിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ആ മൊഴി ഒന്ന് ഞങ്ങൾ പോലീസിന് മൊഴി കൊടുക്കണം, 2 മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കണം. അങ്ങനത്തെ മൊഴിയിലാണ് പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുന്നത്. അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ അവിടെ തടസ്സമായി മാറും. എന്തായാലും നിങ്ങളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച ഈ ആളുകൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ നേരിട്ട ട്രോമയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ധൈര്യപൂർവ്വം ഇപ്പൊ നിങ്ങളുടെ ആരുടെയും പേര് SIT പുറത്തു പറയണില്ല. SIT ആരുടെയെങ്കിലും പേരുകൾ പുറത്തു പറയുന്നുണ്ടോ? പക്ഷെ ക്രൈം നമ്പർ പോലും സാധാരണ രീതിയിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ ആരുടെയും പേര് ഈ കേസ് ആയതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നില്ല. അതെന്തിനാ? വിക്ടിമിന്റെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഈസി ആയിട്ട് മാളവികയോ ദിവ്യയോ കാണുന്ന പോലെ എല്ലാവരും ഇപ്പോഴും കാണണമെന്നില്ല. കാരണം ഒരു സിനിമ അഭിനയത്തിന് പോയി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി എന്താ പറയുക, മുള്ളു വന്ന് ഇല വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും ഈ ഇലക്കാണ് കേടെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നിൽക്കുന്നത്. അവരെ അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവര് ആ നിലയിൽ അവരുടെ പേരുകൾ, പിന്നെ ഒരു കുട്ടി ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ബ്ലർ ചെയ്യാതിരിക്കാൻ പറ്റില്ല.
സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റാ. തീർച്ചയായും അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഇതിനിറങ്ങാൻ. തീർച്ചയായും. ശ്രീമതി മാളവിക, ഇവിടെ ഇപ്പോ നമുക്ക് കുറെ അധികം തുറന്നു പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ഇപ്പോൾ തുറന്നു പറയുന്ന ആളുകളിൽ തന്നെ ഒരു ഭാഗം ഞങ്ങൾ നിയമ നടപടികൾക്കില്ല എന്ന് പറയുന്നു. അത് കൃത്യമായും അതിന്റെ നൂലാമാലകൾ, അതുണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ സ്വൈര്യ ജീവിതത്തിന് പോലും ബുദ്ധിമുട്ടാകുമെന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് അവർ അത് പറയുന്നത്. WCC ആണ് ഏക പ്രതീക്ഷ, അവർ ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അവിടെ അതിന്റെ ഭാഗമായിട്ടുള്ളവർക്കും അവരുടെ ജീവിത മാർഗങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അതിന് പിന്നാലെ പോകേണ്ടതുണ്ട്. ഇതൊരു ട്രാക്കിലായോ? ഇനി ആരും മുൻകൈ എടുത്തില്ല എങ്കിൽ പോലും മുന്നോട്ട് പോകും ഇതിന്റെ നടപടികൾ, അല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടാൻ കഴിയുന്നവർക്ക് എത്താൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ കോടതി ഇടപെടലുകൾ അതിലേക്ക് നയിക്കുമെന്ന തരത്തിലൊരു ട്രാക്കിലാണ് കാര്യങ്ങൾ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് ഈ വന്നിട്ടുള്ള ഈ ഒരു ആഫ്റ്റർമാത്തും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൽ കഴിഞ്ഞിട്ടുള്ള മീഡിയ ഇന്റർവെൻഷനും എല്ലാം കാരണം പല പല രീതിക്കുള്ള മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട്. ഇപ്പം മുകേഷിനെതിരെ 150ഓളം സ്ത്രീകൾ ഒപ്പിട്ട ഒരു പെറ്റീഷനാണ് സർക്കാരിന് തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം കൊടുത്തത്. അടുത്ത ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ധർണകൾ നടത്താൻ പോകുന്നുണ്ട്. സ്ത്രീ കൂട്ടായ്മകളിൽ നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി സ്ത്രീ കൂട്ടായ്മകളുണ്ട്. അവിടെ എല്ലാം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ പല ഗ്രൂപ്പുകളിലും പാർട്ടായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഉറപ്പോടെ പറയാൻ പറ്റുന്നുണ്ട്, കേരളത്തിലെ സ്ത്രീകൾ ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതൊരിക്കലും ഈ സ്ത്രീകൾ പറഞ്ഞത്, ഇനി ഈ സ്ത്രീകളാണ് ഈ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് ഇതിന്റെ പുറകെ നടക്കേണ്ടത്. അവർക്ക് ന്യായവും നീതിയും ലഭിക്കേണ്ടത് ഈ സ്ത്രീയുടെ പോരാട്ടത്തിലൂടെ ആണെന്നല്ല നമ്മൾ ഒരിക്കലും വാദിക്കേണ്ടത്. സ്റ്റേറ്റ് ആണ് ഇനി അത് ഏറ്റെടുക്കേണ്ടത്. ഞാൻ എന്റെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ക്രൈം പോയി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് സ്റ്റേറ്റ് ആണ് അത് എനിക്ക് വേണ്ടി വാദിക്കേണ്ടതും ഒരു എൻക്വയറി ടീമിനെ ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ഇവിടെ സ്റ്റേറ്റ് നിലനിൽക്കുന്നത്, അല്ലാതെ എന്റെ ഫൈറ്റ് ആയിരിക്കരുത്. ആ ഉത്തരവാദിത്വം ഇപ്പോഴും ആ അർത്ഥത്തിൽ നിറവേറ്റപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ദിവ്യ, നമുക്ക് സമയം തീരെ കുറവാണ്. 30 സെക്കൻഡിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ. താങ്കൾ തുല്യതാ പ്രസ്ഥാനത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. അല്ല, ഇവിടെ നമുക്ക് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ദിലീപിന് സംഭവിച്ചൊരു കാര്യം തന്നെ നമ്മുടെ മുന്നിൽ വളരെ നല്ലൊരു എക്സാമ്പിൾ ആയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു നാട്ടിലെ ദിലീപിനെ പോലൊരു അത്രയും പ്രമുഖനായ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുമെന്നും അയാൾ 90 ദിവസം ജയിലിൽ കിടക്കുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? പക്ഷെ അത് സംഭവിച്ചു. അതിനുശേഷം അയാൾ ജാമ്യം കിട്ടി പുറത്തു വന്നു. പക്ഷെ പിന്നീട് അയാൾക്ക് എന്താണ് സംഭവിച്ചത്? അയാളുടെ സിനിമകളെല്ലാം 8 നിലയിൽ പൊട്ടാണ്. ജനങ്ങൾ ശരിക്കും അയാളെ കൈയൊഴിഞ്ഞു കളഞ്ഞു. അയാളെ ഒരു താരമായിട്ട്, ജനപ്രിയം പോയിട്ട് നടനായിട്ട് പോലും അയാളെ അംഗീകരിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് സമൂഹം മാറി. ഒരു റേപ്പിസ്റ്റിനെ ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ റേപ്പിന് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ സിനിമ ഞങ്ങൾക്ക് കാണണ്ട എന്ന് പൊതുജനം തീരുമാനിച്ചു. ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ പവി ടയർ എന്ന് പറഞ്ഞ സിനിമ പോലും 8 നിലയിൽ പൊട്ടി. OTTക്ക് പോലും അയാളുടെ ഒരു സിനിമയും വേണ്ട. ആ ഒരു അത്രയും പരിതാപകരമായ അവസ്ഥയിലേക്ക് ദിലീപിനെ പോലെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിന്ന ഒരാൾക്ക് സംഭവിക്കാമെങ്കിൽ ഈ പറഞ്ഞ സിദ്ദിഖിന്റെയും മുകേഷിന്റെയും ഒക്കെ ഇങ്ങനെ സംഭവിക്കും. ഇപ്പൊ തന്നെ നമുക്ക് ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഞങ്ങൾ സിനിമ കാണുന്ന നിർത്തി, നമ്മളെ കാശുവന്മാർക്കൊന്നും പെണ്ണ് പിടിക്കാൻ കൊടുക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ അത്രയും ജനങ്ങളുടെ രോഷം നമുക്ക് ആ കമന്റുകളിൽ കാണാം. എന്തായാലും ഇത് ഒരു വിപ്ലവത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഇത്തരം പിന്തിരിപ്പൻ നിലപാടുകൾക്കൊന്നും അതിനെ പിന്നോട്ട് വലിക്കാനാകില്ല എന്ന് ആശിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത മാളവിക ബിന്നി, ദിവ്യ ദിവാകർ, TB മിനി. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.